കെ ഫാമിലിയിലെ ഓരംഗങ്ങൾക്കും എയറിൽ നിന്ന് താഴോട്ടിറങ്ങാൻ ഒട്ടും താല്പര്യമില്ല. അവർക്ക് എയറിൽ നിൽക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവർ വീണ്ടും വീണ്ടും എയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, അവർക്ക് ഈ വീഡിയോ മുക്കുക അല്ലെങ്കിൽ കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക, അതിലൊക്കെ പ്രത്യേകം കഴിവുള്ള ആളുകളാണ്. അവർ നമ്പർ 1 യൂട്യൂബേഴ്സ് ആണല്ലോ. അവരാണ് കേരളത്തിലെ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5, നമ്പർ 6. ആ ഒരു രീതിയിലാണ് അവരുടെ ചിന്താഗതി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. അങ്ങനെ ഓസിയുടെ മകൻ ഓമിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിച്ച് അവർ മാത്രം ഉള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. വേറെ ആരെയൊന്നും വിളിച്ചിട്ടില്ല. ഹോളൊക്കെ ബുക്ക് ചെയ്ത് അവർ മാത്രം ചെയ്യുന്നു. അവരാണെല്ലാം. ഇനിയും പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തൻവിയെ പോലെ അവരിനി യൂട്യൂബ് ചാനലൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പണി കിട്ടിയാലോ? അത് നമുക്ക് അംഗീകരിക്കാം. ആ ഒരു ചിന്താഗതി തന്നെ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ അപ്പച്ചി, അവരുടെ അപ്പച്ചിയെയും ഇതിന് വിളിക്കുന്നുണ്ട്. അപ്പച്ചി മാത്രമാണ് പുറത്തുനിന്നുള്ളൊരു വ്യക്തി. അങ്ങനെ വന്ന പുറത്തുനിന്ന് ഒരേ ഒരാളെ അവരെയും വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളോട് മാറി നിൽക്കൂ എന്ന് പറയാതെ പറയുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതിനെതിരെ വൻ പ്രതിഷേധമാണ് അവരുടെ വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിട്ടുള്ളത്. കമൻസ് ആയാലും റിയാക്ഷൻ വീഡിയോസ് ആയാലും അങ്ങനെ പല പല രീതികളിൽ ഇവരെന്ത് ചെയ്യുകയാണ്, ഈ കമൻസ് മൊത്തം എടുത്തങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അവർക്ക് നെഗറ്റീവ് വരാൻ കാരണമായ ഒരു പോർഷൻ ആ വീഡിയോയിൽ നിന്ന് എടുത്തങ്ങ് കളയുകയാണ്. ഈ വീഡിയോ മുക്കുന്നതും വീഡിയോയുടെ പാർട്സ് എടുത്ത് കളയുന്നതും കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ അവരുടെ ഒരു ഹോബിയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് തൻവിയുമായിട്ടുള്ള പ്രശ്നത്തിൽ വീഡിയോ പറഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ മുക്കേണ്ടി വന്നു. അപ്പം വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസിയുടെ മകൻ ഓമിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആഘോഷത്തിന് ഇവരെല്ലാം കൂടെ ഒന്നു ചേരുന്നു. ഇവരുടെ കുടുംബം മാത്രമാണ്, ഒരു അപ്പച്ചി മാത്രമാണ് അധികമായിട്ടുള്ളത്. ആ അപ്പച്ചി ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആ ഫ്രെയിമിൽ നിന്ന് അപ്പച്ചിയെ മാറ്റാൻ അഹാന, ഒരു വീട്ടിൽ ഒരു അഹാന പദ്ധതിയിലെ അഹാന ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഭയങ്കര സ്നേഹം, ലോയൽറ്റി ഒക്കെ ഉള്ള അഹാന ഇങ്ങനെയാണോ ഒരു പ്രായമുള്ള ഒരു വ്യക്തിയോട് പെരുമാറുന്നത്? അവരവിടെ ഒന്നും വേണ്ടാത്തത് പറയുന്നില്ല, വേണ്ടാത്തത് എടുക്കുന്നില്ല. അവരുടെ മുത്തശ്ശിയാണെങ്കിൽ പറയാം പല വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് മുത്തശ്ശിയോട് ഒരു ദേഷ്യം ഉണ്ടാകാം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടെ ആ പാവ അപ്പച്ചി, അവിടെ ഒരു സൈഡിൽ നിൽക്കുന്ന അപ്പച്ചിയെ നൈസായിട്ട് ആ ഫ്രെയിമിൽ നിന്ന് തൂക്കുവാണ്. ബിക്കോസ് അപ്പച്ചി കളറല്ല, അപ്പച്ചി സാധാരണ ഒരു സാരിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ആ ഫ്രെയിമിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടെ കളർഫുൾ ഫാമിലി, യൂട്യൂബേഴ്സ് ഫാമിലി എല്ലാവരും ഒരുമിച്ചുള്ള ഫ്രെയിമിൽ അപ്പച്ചി അവർക്കൊരു ചിലപ്പം കുറവായിട്ട് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് അഹാനയുടെ ചിന്താഗതി എന്ന് മനസ്സിലാകുന്നില്ല. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പാവം അപ്പച്ചി അവരുടെ ഇടയ്ക്ക് പോലും നിൽക്കുന്നില്ല, ഒരു സൈഡിൽ മാറിയാണ് നിൽക്കുന്നത്. അപ്പച്ചി അവിടെ നിന്ന് ഓമിയെ നോക്ക്. അപ്പച്ചി ആ ഫ്രെയിമിൽ നിന്ന് പതുക്കെ ഒന്ന് മാറ്റണം. അപ്പം ഒന്ന് മാറ്റി. അപ്പച്ചി അവിടെ എത്തിക്കഴിഞ്ഞപ്പം അഹാനയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എങ്ങനെ അപ്പച്ചി അവിടെ തന്നെ ഇരുത്താം? അങ്ങനെ അപ്പച്ചിയോട് പറയുകയാണ്, അപ്പച്ചി അവിടെ അങ്ങ് ഇരിക്കുക. ഇപ്പോൾ ഫ്രെയിമിൽ നോക്കൂ, ഇപ്പോൾ അവരുടെ കുടുംബം മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു പരിപാടിയാണെങ്കിൽ അപ്പച്ചിയെ മാത്രമായിട്ട് എന്തിനാണ് വിളിച്ചത്? വേറെ ആരെയും നിങ്ങൾ വിളിച്ചില്ല. അല്ലെങ്കിൽ അശ്വിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അശ്വിൻ്റെ ഫാമിലി ഒരാൾ പോലും അതിനകത്തില്ല. പിന്നെ പാവം അശ്വിൻ അവിടെ അറ്റത്തും വാലിലും മൂലയ്ക്കുമായിട്ടൊക്കെ നിൽപ്പുണ്ട്. പുള്ളിക്കും ആ സെൻറ്റർ ഓഫ് ഫോക്കസ് ഒന്നും കിട്ടുന്നില്ല. അവിടെ ദിയയുടെ പിതാവ് പുള്ളിയാണ് അവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അങ്ങനെ അശ്വിൻ ഒരു മൂലയ്ക്കും അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അശ്വിൻ അവിടെ ഒരു പുല്ല് വിലയില്ല എന്നുള്ളതാണ് പലരുടെയും അഭിപ്രായം. ഇതിനു മുമ്പും പല വീഡിയോകളിൽ അശ്വിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അശ്വിനെയും അശ്വിൻ്റെ ഫാമിലിയെയും വേണ്ടുന്ന രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് അന്ന് കല്യാണം കഴിച്ചപ്പോൾ തൊട്ടുള്ളൊരു വിഷയമാണ്. അത് സോർട്ട് ആയിട്ടില്ല പരിപാടി. അങ്ങനെ അപ്പച്ചിയെ ഒരു സൈഡാക്കുകയാണ്. നിങ്ങൾക്ക് അപ്പച്ചിയെ കളർഫുള്ളായിട്ട് കാണിക്കണം, നിങ്ങളെപ്പോലെ കളർഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ അപ്പച്ചിക്ക് അതുപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. അപ്പച്ചി പാവം നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രെയിമിൽ അപ്പച്ചി വേണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അപ്പച്ചിക്കും അതുപോലെ നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അപ്പച്ചിയെ വിളിക്കരുതായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മാത്രം മതിയെങ്കിൽ, യൂട്യൂബർ ഫാമിലി 1, 2, 3, 4 ടോപ്പ് യൂട്യൂബേഴ്സ് 1, 2, 3, 4 നിങ്ങൾ മാത്രം മതി എന്നായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പച്ചിയെ വിളിക്കരുതായിരുന്നു. അതായിരുന്നു മാന്യത. അല്ലാതെ ഫ്രെയിമിൽ നിന്ന് മാറ്റാൻ വേണ്ടി അപ്പച്ചി ഒന്ന് അവിടെ പോയി നിന്ന് ചിരിക്കുമോ, അല്ലെങ്കിൽ അപ്പച്ചി അവിടെ അങ്ങ് ഇരിക്കുക. അപ്പച്ചി അങ്ങ് ഇരുത്തുകയാണ്. പിന്നെ അശ്വിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പോലും വന്നിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ദിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ അമ്മയെ മാത്രമേ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, അശ്വിൻ്റെ അമ്മയെ എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പല വേണ്ടാധീനങ്ങൾ ദിയ വിളിച്ച് പറയുകയുണ്ടായി. അതൊക്കെ അശ്വിൻ്റെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അവരുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഇതിനകത്തൊന്നും കൂടാത്തതെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ടീമുകൾക്ക് മൊത്തം അവരെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു കാര്യം അവരുടെ തലയിലുണ്ട്, സംഭവമാണെന്നുള്ളൊരു വിചാരമുണ്ട്. ഞങ്ങളാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബേഴ്സ്, ഞങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എല്ലാവരും, ഞങ്ങൾ മാത്രം മതി. അങ്ങനെ ഈ ഞാൻ എന്നുള്ളൊരു പരിപാടി ഇവരുടെ ഇടയിലുണ്ട്.
അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ അംഗീകരിക്കാനോ മറ്റുള്ളവരോട് സഹതാപം കാണിക്കാനോ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കാനോ ഒക്കെ ഇവർ മറന്നുപോവാണ്. ഇവർക്കുള്ളിൽ തന്നെയാണ് സ്നേഹവും സഹതാപവും ഒക്കെ കാണിക്കുന്നത്. മറ്റുള്ളവരോടൊക്കെ ഇവർക്കൊരു പുച്ഛഭാവമാണ്. അതാണ് ഇവിടെ അപ്പച്ചിയോട് ഇവർ പെരുമാറുന്നത് വഴി നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വീഡിയോ നമുക്കൊന്ന് നോക്കാം. അശ്വിന് ആ കൊച്ചിൻ്റെ അടുത്തോട്ട് അടുക്കാനുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. അശ്വിൻ ഇങ്ങനെ കിളി പോയ ഒരാളെ പോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ കുറേ കമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ തച്ചിരുന്ന് കമൻസ് ഡിലീറ്റും ചെയ്യുന്നുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ എടുത്ത് കളയുകയും ചെയ്തു വീഡിയോയുടെ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ കമൻസ് ഒന്ന് രണ്ടെണ്ണം നോക്കാം. അശ്വിൻ ഫാമിലി നിങ്ങളുടെ ഫാമിലി അല്ലേ? ക്യാൻ യു തിങ്ക് അബൌട്ട് ഹിസ് ഫാമിലി ടു? അശ്വിൻ്റെ ഫാമിലി വലിയ യൂട്യൂബർ ഫാമിലി ഒന്നും അല്ലല്ലോ. ഇത് യൂട്യൂബേഴ്സ് ഫാമിലി മീറ്റാണ്. അതിനകത്ത് അശ്വിൻ്റെ ഫാമിലിയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ്? അവർക്കതൊന്നും ഒക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യം, അശ്വിന് ഒരു കുഴപ്പമില്ലാത്തടത്തോളം കാര്യം നമ്മൾ ബാക്കിയുള്ളവരെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അശ്വിൻ അതൊക്കെ ഓക്കെയാണ്. അത് ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോഴും ഭയങ്കര സപ്പോർട്ടൊക്കെ അശ്വിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അശ്വിൻ അതൊന്നും ഒരു വിഷയമല്ല. അശ്വിൻ ഓക്കെ ആണ്. അഹാനയ്ക്ക് അപ്പച്ചി ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടന്റ് ആക്കാൻ മാത്രം അറിയാം. ചുമ്മാതല്ല ഇത്രയും ഹേറ്റേഴ്സ്. ഇതൊക്കെയല്ലേ കാട്ടിക്കൂട്ടുന്നത്. അശ്വിൻ പാവം തോന്നുന്നു, ഒറ്റപ്പെട്ട് നിൽക്കുന്ന പോലെ. ഇവർക്ക് ക്യാഷ് ഉള്ളതുകൊണ്ട് പാർട്ടി നടത്തി അശ്വിൻ്റെ ഫാമിലിയും കൂടെ കൂട്ടായിരുന്നു. ബെസ്റ്റ് ഫാമിലി തന്നെ. എല്ലാവർക്കും പറയാനുള്ളത് അശ്വിൻ്റെ ഫാമിലി എവിടെ? അശ്വിൻ്റെ ഫാമിലി എന്താണ് കൂട്ടാത്തത്? ഇതാണ് പ്രധാനമായിട്ടും എല്ലാവർക്കും പറയാനുള്ളത്. അപ്പച്ചിയെ കട്ടാക്കുന്ന വീഡിയോ വൈറലായി, ഷോർട്സൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും പോയി കാണൂ. ഡിയർ അശ്വിൻ, പ്ലീസ് എസ്കേപ്പ് ഫ്രം ദിസ് ടോക്സിക് ഡിസ്ഫങ്ഷണൽ ഫാമിലി. ഇഫ് യു ഹാവ് സെൽഫ് റെസ്പെക്ട്, ഡോണ്ട് സ്റ്റേ ഇൻ എ പ്ലേസ് വെയർ യു ആൻഡ് യുവർ ഫാമിലി ഈസ് നോട്ട് വാല്യൂഡ്. അശ്വിൻ എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് അറിയത്തില്ല. അശ്വിന് ചിലപ്പോൾ ഇതൊക്കെ വിഷമം ഉണ്ടാവും, പുറത്ത് പറയാൻ പറ്റാത്തതായിരിക്കും. ഇവർക്കെതിരെ എങ്ങനെ എതിർത്ത് നിൽക്കും? ചിലപ്പം ഓസിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായാലും അശ്വിൻ ഒന്നും മിണ്ടുന്നില്ല. അശ്വിൻ പന്തം കണ്ട പെരിച്ചാലിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പാവം അശ്വിൻ. ഈസ് ലൈക്ക് ദ സൈഡ് ക്യാരക്ടർ ഇൻ ദിസ് വീഡിയോ, ഈവൻ ദോ ഇറ്റ്സ് ഹിസ് സൺസ് ബർത്ത്ഡേ. ലുക്സ് ലൈക്ക് ഹി ഹാസ് നോ റോൾ വെൻ ഇറ്റ്സ് കം ടു ഹിസ് ഫാമിലി. ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. KK shares a special bond with Omi, but he should acknowledge that Ashwin was the one to hold, only to cut the cake, not him. ബാക്കിയുള്ള ഫാമിലിയിലൊക്കെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും നടുക്ക് നിന്ന് കുഞ്ഞിന് കേക്ക് എടുത്ത് കൊടുക്കുമോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുമോ, ബാക്കിയുള്ളവരൊക്കെ ചുറ്റി നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ ഫാമിലിയാണ്. KK ഫാമിലി ആയതുകൊണ്ട് തന്നെ KK നടുക്ക് നിൽക്കണം. KK ആയിരിക്കും കൊച്ചിന് കേക്ക് കൊടുക്കുന്നത്. ബാക്കിയുള്ള സൈഡ് ആക്ടേഴ്സൊക്കെ സൈഡിൽ നിൽക്കണം. ആ കൂട്ടത്തിൽ അശ്വിൻ ഒരു സൈഡ് ആക്ടറായിട്ട് സൈഡാക്കപ്പെട്ടിരിക്കുകയാണ്. എന്താ പറയുക? സൈഡ് ആക്ടറെ മെയിൻ ആക്ടറാക്കാൻ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന് സൈഡ് ആക്ടർ തന്നെ വിചാരിക്കണം ഞാൻ മെയിൻ ആവണമെന്നുള്ളത്. ആ ആക്ടറിന് മെയിൻ ആവാൻ താല്പര്യമില്ല, സൈഡായിട്ട് തന്നെ പോകാനാണ് താല്പര്യമെങ്കിൽ പിന്നെ ഈ ബാക്കിയുള്ളവരെ കടന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അശ്വിൻ്റെ അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കട്ടെ. വെർ ഇസ് ദ അശ്വിൻ ഫാമിലി? എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ അശ്വിൻ്റെ അച്ഛനും അമ്മയും അല്ലേ? അവരുടെ കൊച്ചുമോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? അവർക്കും കാണില്ലേ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം? ദിയ നിൻ്റെ മോനും അവൻ്റെ വൈഫും നിന്നോട് ഇതുപോലെ പെരുമാറുന്ന ഒരു ഡേ വരും. മാതാപിതാക്കളുടെ കണ്ണുകൾ നമ്മൾ കാണണം. വീണാൽ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും. സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക. അങ്ങനെ മൊത്തത്തിൽ അശ്വിനെ മെയിൻ ആക്കാൻ കുറേ ടീമുകളുണ്ട്. പക്ഷേ അശ്വിൻ അതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബാക്കി എല്ലാവരും കൂടെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ അപ്പച്ചിയോട് കാണിച്ചത് അത് അവരെന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സൈഡാണ്, അവരാണ് മെയിൻ. ആ മെയിൻ ആക്കിയത് അവരുടെ പ്രേക്ഷകരാണെന്നുള്ളൊരു ചിന്ത അവർക്കില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിടുന്ന കമന്റുകൾ മൊത്തം എടുത്ത് തൂട്ടിക്കളയുകയാണ്. അതുപോലെ തന്നെ വീഡിയോയുടെ പല ഭാഗങ്ങളും എടുത്തു കളയുന്നു. അങ്ങനെ പല കലാപരിപാടികളിലൂടെ പിടിച്ചു നിൽക്കാനാണ് ഇപ്പം ശ്രമിക്കുന്നത്. ഇത് എത്രത്തോളം പോകുമെന്ന് അറിയത്തില്ല. ഒരു സംഭവത്തിന്റെ പുറകെ അടുത്ത സംഭവമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ എവിടെയെങ്കിലും തെറ്റുന്നുണ്ടോ? എന്താണ് ഇത്രയും ആളുകൾ ഞങ്ങൾക്കെതിരെ തിരിയുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് കരുതി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തെറ്റൊരിക്കലും മനസ്സിലാക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കമന്റുകൾ ഞങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് വരുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നത്.